പ്രൈസ് ദി ലോർഡ്. നമുക്ക് സ്തോത്രം. തിരുവചനത്തിൽ നിന്നും 1-2 വാക്യങ്ങൾ വായിക്കാം. ആമേൻ. സങ്കീർത്തനങ്ങൾ 85 അധ്യായം 10-11 വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 85 അധ്യായം. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. തിരുവചനത്തിനായി സ്തോത്രം. വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുകയും ഞങ്ങളെ ബലത്തോടെ പ്രത്യാശയോടെ പുറപ്പെടുവിക്കുമാറാകുകയും ചെയ്യണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഇത് കോരഹപുത്രന്മാർ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. നമുക്കറിയാം, അതിൻ്റെ തുടക്കത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. കോരഹപുത്രന്മാരുടെ കാര്യം നമുക്കറിയാം. ദൈവിക അധികാരത്തോട് മത്സരിച്ച ദാദാൻ, അമീനാദാബ്, കോരഹ് എന്നിവരെ ഭൂമി പിളർന്നു ദാദാനെ വിഴുങ്ങി അബീരാമിൻ്റെ കൂട്ടത്തെയും മൂടിക്കളഞ്ഞു. കോരഹും നശിച്ചു, കോരഹിന്റെ പുത്രന്മാർ രക്ഷപ്പെട്ടു. അവർ ദൈവത്തിൽ ആനന്ദിച്ചു. അവർ എഴുതിയ പല സങ്കീർത്തനങ്ങൾക്കും മിശിഹൈക പ്രവചന ആത്മാവുണ്ടായിരുന്നു. ദാവീദ് എഴുതിയ സങ്കീർത്തനങ്ങൾ 22 സങ്കീർത്തനങ്ങൾ പോലെയുള്ളവ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ കണ്ടുകൊണ്ട് എഴുതിയതാണ്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അതുപോലെ കോരഹപുത്രന്മാർ എഴുതിയ സങ്കീർത്തനത്തും കർത്താവായ യേശുക്രിസ്തു മുഖേന ലഭ്യമാകുന്ന ദൈവിക നീതിയെ സംബന്ധിച്ചും യേശുക്രിസ്തു മുഖേന ലഭ്യമാകുന്ന ദൈവരക്ഷയെ സംബന്ധിച്ചുമുള്ള പ്രവചന വാക്യങ്ങൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം വായിച്ചു, ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. നമ്മളിത് സങ്കീർത്തനങ്ങൾ വായിക്കുവാൻ പൊതുവെ നമുക്ക് ഇഷ്ടമാണ്. പല കാരണങ്ങളുണ്ട്. സങ്കീർത്തനങ്ങൾ, ആമേൻ, സ്തോത്രം, ഓരോ അധ്യായവും വളരെ കുറച്ച് വാക്യങ്ങളേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ലെറ്റേഴ്സ് പ്രിന്റ് ചെയ്തേക്കുന്നത് നല്ല ഗ്യാപ്പിലാണ്, പെട്ടെന്ന് വായിക്കാം. അതുകൊണ്ട് ആളുകളെല്ലാം വായിക്കാൻ നേരം സങ്കീർത്തനം എടുക്കാറുണ്ട്. ഈ സങ്കീർത്തനം എടുത്ത് അവരങ്ങ് വായിച്ചിട്ട് അങ്ങ് മടക്കി വെക്കും. എന്നതാ എഴുതി വെച്ചേക്കുന്നോ അതിനെക്കുറിച്ചുള്ള ചിന്തകളോ ഒന്നും നമ്മളെ ഒരു കാലത്തും അലട്ടിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ഒന്ന് വായിക്കണം. എന്നാൽ ഇവിടെ പ്രവചന ശബ്ദമായി വന്നിരിക്കുന്ന വാക്കുകൾ ഞാൻ വായിച്ചു. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. അതിന് തൊട്ട് മുമ്പ് കോരഹപുത്രന്മാരിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. യഹോവേ, നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലോട്ട് അർപ്പിച്ചിട്ട് പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എഴുതുകയാണ്, ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ഇതെവിടെയാണ് സംഭവിച്ചത്? ദൈവത്തിൻ്റെ മനുഷ്യവർഗത്തോടുള്ള ദയ വെളിപ്പെട്ട ഇടം എവിടാണ്? ദൈവത്തിൻ്റെ മനുഷ്യവർഗത്തോടുള്ള സ്നേഹവും കൃപയും വെളിപ്പെട്ട ഇടം എവിടാണ്? ദൈവത്തിൻ്റെ മനുഷ്യവർഗത്തോടുള്ള വാഗ്ദത്തം, വിശ്വസ്തത, അവൻ്റെ വിശ്വസ്തത വെളിപ്പെട്ട ഇടം എവിടാണ്? രക്ഷിക്കപ്പെട്ട നമുക്കറിയാം, ഇത് കാൽവറിയിലാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിൽ വെളിപ്പെട്ട ദൈവകൃപയെ അനുഭവിക്കുന്നവരാണ് ദൈവസഭയ്ക്കകത്തുള്ള എല്ലാ വിശുദ്ധന്മാരും. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ ദൈവത്തിന്റെ ദയയല്ലേ പുത്രനെ കാൽവറിയിൽ തന്നത്? ദൈവത്തിന്റെ നമ്മോടുള്ള വാഗ്ദത്തമല്ലേ പുത്രനെ കാൽവറി ക്രൂശിൽ തന്നത്? പ്രൈസ് ദി ലോർഡ്. അവൻ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും എന്ന് പിശാചിനോട് പറഞ്ഞപ്പോൾ നമ്മെ വീണ്ടെടുക്കുവാനുള്ള ദൈവിക പദ്ധതിയുടെ പ്രവചനം നിറവേറ്റിയ ഇടമല്ലേ കാൽവറി? പ്രൈസ് ദി ലോർഡ്. അങ്ങനാണെങ്കിൽ വചനം പറയുന്നു, ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ വിശ്വസ്തത, ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല എന്നരുളി ചെയ്ത ദൈവിക വിശ്വസ്തത പ്രദർശിക്കപ്പെട്ട ഇടമാണ് കാൽവറി. പ്രൈസ് ദി ലോർഡ്. ഒരു നാൾ കൈവിടത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു നാളും കൈവിടാതിരിക്കാൻ തക്കവണ്ണമുള്ള ഉറപ്പ് നമുക്ക് തരണം. ഞാൻ ഒരാളെ വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. എന്നോടൊരു വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രമൊന്നും എനിക്കൊരാളെ വിശ്വാസത്തിൽ എടുക്കാൻ കഴിയത്തില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ലെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ എൻ്റെ അകത്ത് കയറി ഈ വചനം എന്നെ കയറി പിടിച്ച്
യേശു ക്രിസ്തുവിനോട് ചേർത്തെന്നെ ബന്ധിച്ച് നടത്തണമെങ്കിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നുള്ള ബോധ്യം എൻ്റെ അകത്ത് വ്യാപരിക്കാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ദൈവത്തിന്റെ സ്നേഹം പ്രദർശിപ്പിക്കപ്പെട്ട ഇടമാണ് കാൽവറി ക്രൂശ്. അതുകൊണ്ട് റോമാലേഖനം 8:32 പൗലോസ് പറയുന്നത് പോലെ, സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും എനിക്ക് നൽകാതിരിക്കുമോ എന്ന് പൗലോസ് ചോദിക്കുമ്പോൾ, ഈ ചോദ്യം ഒരു വിശ്വാസിയുടെ അകത്ത് കയറിയെ പിടിച്ചിട്ട് അവനെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തണമെങ്കിൽ ആ ചോദ്യം മാത്രമായില്ല, ആ ചോദ്യത്തിന്റെ യഥാർത്ഥയാഴം പുത്രനെ കാൽവറിയിൽ തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. അവസാന തുള്ളി രക്തം വരെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. എന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ ദൈവപുത്രൻ മരിച്ചപ്പോൾ ആ മരണത്തിനകത്ത് എന്റെ പാപത്തിന്റെ വിലയായിരുന്നു. ആമേൻ, സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പോലെ പാപത്തിന്റെ ശമ്പളം മരണമാണ്. എന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ എന്റെ മരണത്തെ മാറ്റി, മരണം നീങ്ങി. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നു, ഇപ്പോൾ സുവിശേഷത്താൽ മരണം നീങ്ങുകയും ജീവനും അക്ഷയതയും വെളിപ്പെട്ടു. എന്റെ മരണം നീങ്ങിയ ഇടമാണ് കാൽവറി. എന്റെ പാപത്തിന് നീക്കുപോക്ക് നടന്ന ഇടമാണ് കാൽവറി. എന്റെ സമാധാനത്തിനായുള്ള ശിക്ഷ ദൈവപുത്രൻ ഏറ്റെടുത്ത് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതാണ്. എന്റെ ദൈവം കൈവിടത്തില്ല എന്നുള്ളതിന്റെ ഉറപ്പ്. എത്ര പേര് ഈ ഉറപ്പിനകത്ത് ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. മാനുഷിക ഉറപ്പുകൾക്കപ്പുറമായി ദൈവം തന്ന വാഗ്ദത്ത വചനത്തിന്റെ ഉറപ്പ് പരിശുദ്ധാത്മാവ് അകത്ത് കത്തിക്കുമ്പോൾ, ആമേൻ, സ്തോത്രം, നമ്മുടെ ആമേൻ നിരാശ മാറാൻ തുടങ്ങും. നമുക്ക് എന്തെന്നില്ലാത്തൊരു സുരക്ഷിത ബോധം ലഭിക്കുവാൻ തുടങ്ങും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് സമാധാനം ലഭിക്കും. വാസ്തവമായി യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു സുരക്ഷിത ബോധം നമുക്ക് ലഭിക്കാൻ തുടങ്ങും. അല്ലേ? നമ്മുടെ ഇവിടെ ഇസഡ് കാറ്റഗറിയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അവർ പലയിടങ്ങളിൽ പോകുമ്പോൾ നൂറുകണക്കിന് ആമേൻ സ്തോത്രം പട്ടാളക്കാരും സെക്യൂരിറ്റി ഫോഴ്സിൽപ്പെട്ട ആളുകളുമൊക്കെ വളരെ വിദഗ്ധമായി ഇവരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ അകത്തൊരു ഭയമുണ്ട്. ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ട എത്രയോ ആളുകൾ വെടിയേറ്റും ബോംബ് കൊണ്ടും തീർന്നു. അല്ലേ? ഇസഡ് കാറ്റഗറിയും അതുപോലെ വലിയ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്ത നേതാക്കന്മാർ വെടിയേറ്റും, ആമേൻ സ്തോത്രം, ബോംബ് പൊട്ട് തകർന്നും മരിച്ചു വീണപ്പോൾ എന്നാ വലിയ സുരക്ഷിതത്വ ബോധം, സുരക്ഷ ഒരുക്കിയാലും ഈ സുരക്ഷയ്ക്കകത്ത് നിൽക്കുന്നതിൻ്റെ അകത്തൊരു ഭയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ രക്ഷയെ സ്വീകരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുരക്ഷയുടെ ഉറപ്പുണ്ടല്ലോ. അത് സ്തോത്രം ഇവിടം കൊണ്ട് തീരുന്ന സുരക്ഷയല്ല. ഇവിടെ നമുക്ക് എന്ത് സംഭവിച്ചാലും, ഇവിടെ നാം മരിച്ചു വീണാല് ഞാൻ നഷ്ടപ്പെട്ടു പോകത്തില്ല. എനിക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നിത്യതയുണ്ട്. ഞാൻ നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇവിടം കൊണ്ട് തീരുവാൻ വേണ്ടി വിളിച്ചതല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം എന്നെ വിളിച്ചത് ലോകസ്ഥാപനത്തിന് മുമ്പ്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ തകർന്നു പോകാൻ വിളിച്ചതല്ല, നീ ഇല്ലാതായി പോകാൻ വിളിച്ചതല്ല, നീ മുന്നറിഞ്ഞവനെ വിളിച്ചവനെ നീതീകരിച്ചവനെ തേജസ്കരിച്ചതാ. ഇങ്ങനെ ഒരു വിളി നിന്റെ മേൽ തന്നിട്ടാണ് ദൈവസഭയ്ക്കകത്ത് നിന്നെ കൊണ്ടുവന്നതെങ്കിൽ നീ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരുപക്ഷെ ജീവിത സാഹചര്യങ്ങളിൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ്, ഞാൻ പറയട്ടെ, യഥാർത്ഥമായി സത്യദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഒരുപക്ഷെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ലോക മനുഷ്യൻ പറയും നീ ക്ഷീണിച്ചു പോയി. അവൻ നിന്റെ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നടന്ന ചില സംഭവങ്ങൾ വെച്ചുകൊണ്ട് ലോക മനുഷ്യൻ പറയും നീ തകർന്നു പോയി. എന്നാൽ പൗലോസ് പറയാണ്, എന്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാൽ, എന്റെ അകമേയുള്ള മേൽ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുകയാണ്. ഈ നൊടി നേരത്തേക്കുള്ള ഈ ലഘുവായ കഷ്ടം ഉണ്ടല്ലോ, എനിക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യതയുടെ തേജസ് വർദ്ധിപ്പിക്കുവാൻ കാരണമായി തീരുന്നതാണ്. വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ കരകൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. ഇന്ന് പകൽക്കാലം നീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ദൈവസഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞ് ലോകപ്രകാരം നിനക്ക് നന്മയെന്ന് അവകാശപ്പെടുവാൻ ഒന്നുമില്ലെങ്കിൽ, ലോകപ്രകാരം നീ തകർക്കപ്പെട്ടവനാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അകത്ത് ഒരു പുതുജീവൻ തരുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് ഒരു പുതുശക്തി തകരുന്നുണ്ടോ? നിന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരു ഉറപ്പ് തരുന്നുണ്ടെങ്കിൽ നീയാണ് ജയാളി. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്ക് എങ്ങനെ സംഭവിക്കാറുണ്ട്, ചില ആളുകൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുന്നു, നിലവാരങ്ങൾ മാറുന്നു, അവർക്ക് സ്വത്ര രോഗം സൗഖ്യമാകുന്നു, അവർക്ക് സ്വത്ര സമ്പത്ത് വരുന്നു, അവരുടെ ദാരിദ്ര്യം മാറുന്നു. എന്നാൽ ചില ആളുകൾക്ക് ഇതൊന്നും ലഭിക്കുന്നില്ല. ചില ആളുകൾ രോഗികളായി തുടരുന്നു, അവർ ദരിദ്രാവസ്ഥയിൽ തുടരുന്നു. സ്വാഭാവികമായി മാനുഷിക നിലയിൽ നൂറ് ചോദ്യങ്ങൾ വരും. ലോക മനുഷ്യൻ നോക്കുമ്പോൾ നീ നിന്റെ ദൈവത്തെ ആരാധിക്കാൻ പോയിട്ട് നിനക്ക് എന്ത് കിട്ടി? ആമേൻ. നമ്മുടെ ഉള്ളിലും നമ്മുടെ സ്വയം നമ്മളോട് ചോദിക്കും, നിനക്ക് എന്ത് കിട്ടി? എന്നാൽ ഇന്ന് പകൽക്കാലം നിനക്കൊന്നും കിട്ടിയില്ലേൽ, നിന്റെ രോഗം സൗഖ്യമായില്ലെങ്കിൽ, നിന്റെ സമ്പത്ത് വർദ്ധിച്ചില്ലേൽ, അകത്തളത്തിൽ ഒരു നിത്യതയുടെ പ്രത്യാശയുണ്ടോ? ഒരു രക്ഷയുടെ ഉറപ്പുണ്ടോ? നീയാണ് ജയാളി, നീയാണ് ജയാളി, നീയാണ് ജയാളി. നിന്നെ തകർക്കുവാൻ ഒരു ദുഷ്ട പദ്ധതിക്ക് കഴിയത്തില്ല. വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ കരകൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. അകാരണമായ ഭയങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അകാരണമായ ഭയങ്ങൾ വിട്ടുമാറട്ടെ. നിനക്കെന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് പിശാച് അകത്ത് നിന്ന് നിന്നോട് പറയുന്ന അകാരണമായ ഭയങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അത് പൂർണ്ണമായി വിട്ടുമാറട്ടെ. എന്നുകൊണ്ട് ദൈവം നന്മ തരുന്ന ദൈവമല്ലേ? ദൈവം സൗഖ്യം തരുന്ന ദൈവമല്ലേ? ദൈവത്തിന്റെ സൗഖ്യം അനുഭവിച്ച് തന്നെയാണ് നമ്മളൊക്കെ നിൽക്കുന്നത്, അല്ലേ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദൈവിക സൗഖ്യം, ദൈവിക രോഗസൗഖ്യമാണെന്ന് 100% ഉറപ്പ് ഉള്ള എന്തെങ്കിലും ജീവിതത്തിൽ നടന്നിട്ടുള്ളവർ കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ദൈവം സൗഖ്യമാക്കുന്ന ദൈവം തന്നെയാണ്. ഞാൻ വിശ്വാസത്തിൽ വന്ന സമയത്ത് അവൻ ഏകദേശം 98 കാലഘട്ടത്തിലായിരുന്നു ഞാൻ വിശ്വാസത്തിൽ വന്നത്. ഞാൻ സ്നാനപ്പെട്ട സമയത്ത് അന്ന് എൻ്റെ ഒരു ഇടത്തെ ചെവി അതിലൂടെ എപ്പോഴും ഇങ്ങനെ പഴുപ്പ് വരുമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ BJ ലാലി അവരെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇതിന് 70% ഹോൾ വീണിരിക്കുക. അവരിങ്ങനെ വരച്ചുമൊക്കെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു 70% ഹോൾ വീണത് അത് ഒരു ഓപ്പറേഷനിലൂടെ റെഡിയാക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് ഞാൻ വിശ്വാസത്തിൽ വരുന്ന സമയമാണ്. അന്ന് പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ പറയുമായിരുന്നു, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. സൗഖ്യം വരാമെന്നോ വരുമെന്നോ അല്ല പറഞ്ഞു, അത് ഓൾറെഡി വന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞേ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചുകൊണ്ട് യേശുവിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് നിരന്തരം പറഞ്ഞോളാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പല പ്രാവശ്യം ഡോക്ടറെ കാണിച്ച് ഓരോ മരുന്ന് തരും, താൽക്കാലിക ആശ്വാസം വരും. അവർ പറഞ്ഞത് ഇത് ഡയഫ്രത്തിന് 70% ഹോൾ വീണു, ഓപ്പറേഷൻ ചെയ്യാൻ ശരിയാവത്തില്ല. ഇങ്ങനെ പോയാൽ ഇങ്ങനെ പഴുപ്പ് വരും, മരുന്ന് കഴിക്കും. 40-45 വയസ്സ് കഴിയുമ്പോൾ ഇത് ബ്രെയിനിലോട്ടും ഒക്കെ വരത്തക്ക നിലയിലായിത്തീരുമെന്ന് പറഞ്ഞു. അതിൻ്റെ മെഡിക്കൽ വശങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല, എന്നോട് പറഞ്ഞ കാര്യമാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഏകദേശം 3-4 മാസം ഞാൻ പലകുറി പറഞ്ഞു. 3-4 മാസം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഇവരെ കാണിക്കുന്നുണ്ട്. 3-4 മാസം കഴിഞ്ഞപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഇവർ പറയാ, ഒരു മിറക്കിൾ സംഭവിച്ചിരിക്കുന്നു. അതെ, അങ്ങനെ തന്നെയാ പറഞ്ഞു, ഒരു മിറക്കിൾ സംഭവിച്ചിരിക്കുന്നു. ഒരു സാധാരണ മനുഷ്യന്റെ ഡയഫ്രം എങ്ങനെ 100% നിൽക്കുന്നോ അതേപോലെ തന്നെ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ സാക്ഷിയൊന്നും ഈ സഭയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, എന്നാൽ ഇന്നങ്ങോട്ട് പറയാൻ എനിക്ക് തോന്നിയോട്ട് പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവിക രോഗസൗഖ്യമുണ്ട്, ദൈവിക രോഗസൗഖ്യമുണ്ട്. അപ്പോൾ തന്നെ സൗഖ്യമാകാത്ത വിഷയങ്ങളും ഉണ്ട്. സൗഖ്യമോ സാമ്പത്തികമായ വിഷയങ്ങളിൽ വിടുതൽ കിട്ടിയ ആളുകളുണ്ടെങ്കിൽ കര ഉയർത്തിയൊന്ന് സ്വത്രം പറഞ്ഞാട്ടെ. ഇത്രയും പേർക്കേ ഉള്ളോ? പ്രൈസ് ദി ലോർഡ്. മടിക്കോ നാണിക്കൊന്നും വേണ്ട. സാമ്പത്തിക വിടുതൽ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ കര ഉയർത്തിയൊരു സ്വത്രം പറയേ. നമുക്കെല്ലാം തന്നിട്ടുണ്ട്, നമുക്ക് ഉയർച്ച തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ പലതിലും വിടുതൽ കിട്ടാനില്ലേ? ഇപ്പോഴും ലോണുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അംബാനിക്ക് കുറെ ലോണാ, അദാനിക്ക് ലോണാ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇനിയും വിടുതൽ വേണം, അല്ലേ? സാമ്പത്തിക വിഷയത്തിൽ വിടുതൽ ഇനിയും കിട്ടാനുണ്ട്. ഇത് കിട്ടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഇപ്പോൾ ഉള്ള രോഗം കർത്താവ് സൗഖ്യമാക്കും. സൗഖ്യമാക്കിയില്ലെങ്കിലോ ഈ ദൈവത്തെ വിട്ട് ഓടി പോകുവോ? പ്രൈസ് ദി ലോർഡ്. അവൻ തന്നത് എന്താണെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ
ഇനി രോഗം നിങ്ങളുടെ സൗഖ്യമായെന്നിരിക്കട്ടെ, 500 വർഷം ജീവിക്കുവോ? ഞാനിപ്പോൾ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ അടുത്തൊരാള് വലിയ ധനാഢ്യനായ മനുഷ്യനാ. ആ പുള്ളി പണ്ട് പോലെ പ്രതാപിയ ഒത്തിരി സ്വത്തുക്കളുള്ള ആളാണ്. അയാളുടെ തൊട്ടടുത്ത് വേറൊരാള്, അദ്ദേഹം പെട്ടെന്ന് പൈസയായ ആളാ. പെട്ടെന്ന് പൈസ ആയപ്പോ വലിയൊരു ബംഗ്ലാവ് പോലത്തെ വീടൊക്കെ വെച്ചു. എന്നിട്ട് ഈ പഴയ പൈസക്കാരനെ വിളിച്ചിട്ട് എല്ലാം കൊണ്ട് കാണിച്ചിട്ട് ചോദിച്ചു, എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, ചാകു വേലെങ്കിൽ കൊള്ളാന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ ഇവിടുത്തെ സംഗതികളൊക്കെ. ഇനി രോഗസൗഖ്യമായാലും മരിക്കും, അല്ലേ? സാമ്പത്തിക വിടുതൽ കിട്ടി സാമ്പത്തിക പർവ്വതത്തിന്റെ മേളിൽ കയറ്റി നിർത്തിയാലും ഒരു നാൾ ഇതെല്ലാം നമ്മളെ വിട്ടുപോകും. എന്നാൽ എനിക്ക് തന്ന രക്ഷയുടെ ഉറപ്പുണ്ടല്ലോ, എൻ്റെ രോഗത്തിന് കവർന്നു കളയാൻ പറ്റത്തില്ല. ആമേൻ. എനിക്ക് തന്ന രക്ഷയുടെ ഉറപ്പുണ്ടല്ലോ, എൻ്റെ സമ്പത്ത് പോയാലും എന്നെ വിട്ടുമാറുന്നതല്ല. അതാണ് ദൈവത്തിന്റെ ദയ, അതാണ് ദൈവത്തിന്റെ വിശ്വസ്തത. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല എന്ന് പറഞ്ഞാൽ, ആമേൻ, ഈ ഭൂമി കൊണ്ടോ കല്ലറ കൊണ്ടോ ആമേൻ അവശേഷിക്കുന്നതല്ല. ഈ കല്ലറയ്ക്കപ്പുറം നിന്നെ കൈപിടിച്ചുകൊണ്ട് ആമേൻ സ്വർഗസ്ഥലങ്ങളിൽ നിന്നെ ഇരുത്തുമെന്ന് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്രകാരമുള്ള ഈ അനുഭവത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നവനാണ് കർത്താവ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവങ്ങളെ, അപ്പോൾ നമ്മുടെ അകത്ത് കത്തി നിൽക്കേണ്ടത് എന്താ? എനിക്ക് തന്ന രക്ഷ. പ്രൈസ് ദി ലോർഡ്. സൗഖ്യം തരുമെന്നേ നമ്മുടെ കർത്താവ്, അല്ലാതെ പിന്നെ ആരാ സൗഖ്യം തരുന്നത്? നമ്മുടെ സാമ്പത്തിക വിഷയങ്ങളിൽ ദൈവം ഇടപെടുമെന്നേ, ദൈവം അല്ലാതെ പിന്നെ ആരാ ഇടപെടുന്നത്? പക്ഷെ ദൈവത്തിന്റെ ഇടപെടലുകൾ തക്ക സമയത്താണ് കേട്ടോ. ഒരുപക്ഷെ നീ പ്രതീക്ഷിക്കുന്ന സമയത്തല്ല, നീ ചിന്തിക്കുന്ന നിനക്ക് സമയത്തല്ല. ദൈവത്തിന്റെ ഇടപെടലുകൾ അവൻ തക്ക സമയത്ത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തുമെന്ന് വാഗ്ദത്ത വചനമുണ്ട്. ഇത് സാധാരണ വിശ്വാസികളോട് പറഞ്ഞതല്ല, ശുശ്രൂഷകരോട് പറഞ്ഞതാ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് കൂട്ടാളിയും വെളിപ്പെടാനിരിക്കുന്ന തേജസ്സിന് കൂട്ടാളിയുമായിരിക്കുന്ന ഞാൻ പ്രബോധിക്കുന്നത് എന്ന് പറഞ്ഞു പത്രോസ് എഴുതുക. അതിന്റെ കൂടുതൽ പറയാ, അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും. അപ്പൊ നമ്മുടെ ദൈവം ഉയർത്തുന്ന ദൈവം തന്നെയാണ്, സംശയമൊന്നുമില്ല. അവൻ തക്ക സമയത്തെ ഉയർത്തത്തുള്ളെന്ന, നമ്മുടെ സമയത്തല്ല ഉയർത്തുന്നത്, ദൈവത്തിന്റെ സമയത്ത് അവൻ നമ്മെ ഉയർത്തും. അവൻ തക്ക സമയത്ത് നമ്മളെ ഉയർത്തേണ്ട നാം എന്ത് ചെയ്യണം? അവന്റെ ബലമുള്ള ഭുജത്തിന്റെ കീഴിൽ താണിരിക്കണം. ദൈവം ഉയർത്തുന്ന സമയത്ത് ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. അത് നിന്റെ ശുശ്രൂഷയായിരിക്കുക, നിന്റെ കുടുംബമായിരിക്കുക, നിന്റെ ഇഹലോകത്തിലെ ദൈവം ചെരുക്കിയിരിക്കുന്ന നന്മകളുടെ വഴിയായിരിക്കുക, അവൻ വിശ്വാസത്തിൽ ബലപ്പെട്ട് കയറി നിൽക്കുന്ന വഴികളായിരിക്കുക. ആ സമയത്ത് ദൈവം നോക്കും, അവൻ്റെ ബലമുള്ള ഭുജത്തിന്റെ കീഴിൽ നീ ഉണ്ടോന്ന് നോക്കും. അവന്റെ ബലമുള്ള ഭുജത്തിന്റെ കീഴിൽ താണിരിപ്പാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താണിരിക്കുന്നവനാണ് ഉയർച്ചയുള്ളത് കേട്ടോ. ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. എത്ര പേര് താണിരിക്കുവാൻ തയ്യാറാകുക? എൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വന്നു കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ വന്നു കർത്താവേ, എന്നാൽ നിന്നെ ഞാൻ വിട്ടു മാറത്തില്ല കർത്താവേ, ഞാൻ നിന്റെ ബലമുള്ള ഭുജത്തിന്റെ കീഴിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറയുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമയമുണ്ട്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ആമേൻ. സ്തോത്രം. നമ്മുടെ കർത്താവിനെ കരങ്ങളെ അടിച്ച് നമുക്ക് അവന് മഹത്വപ്പെടുത്താം. അപ്പൊ ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. ആ എതിരേറ്റ ഇടമാണ് കാൽവറി. ദൈവത്തിന്റെ മനുഷ്യവർഗത്തോടുള്ള ദയ, ദൈവത്തിന്റെ മനുഷ്യവർഗത്തോടുള്ള വിശ്വസ്തത, അല്ലേ? ഏദനിൽ വീണു പോകുന്നതിന് മുമ്പേ വിശ്വസ്തനായ ദൈവം ഒരുക്കി, പുത്രനെ ഒരുക്കി. നമ്മുടെ പരീക്ഷകൾ നമ്മുടെ വീഴ്ചകൾ കൊണ്ട് സംഭവിച്ചതായിരിക്കാം, നമ്മുടെ കുഴപ്പം കൊണ്ട് സംഭവിച്ചതായിരിക്കാം. ദൈവം അറിഞ്ഞിട്ടുണ്ട് കേട്ടോ, ദൈവം അറിഞ്ഞിട്ടുണ്ട്. ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിന്റെ വീഴ്ചകളിൽ നിന്നെ തള്ളിക്കളയത്തില്ല. പെറ്റ തള്ള തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറയുമ്പോൾ പെറ്റ തള്ളമാർ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ഭീകരത അറിയുന്ന ദൈവമാണത് പറഞ്ഞത്. പെറ്റതള്ളതിൻ്റെ കുഞ്ഞിനെ തള്ളിക്കളയുമോ? എന്നാൽ ഞാൻ നിന്നെ കൈവിടത്തില്ല. ആമേൻ. സ്തോത്രം. ദൈവം നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ആഴത്തെ ഒന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ നിരാശകൾ മാറിപ്പോകാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴത്തെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് തുറന്നാൽ ഈ സ്നേഹത്തെ വിട്ടുപോകാൻ നമുക്ക് കഴിയത്തില്ല. നമ്മൾ വീഴ്ചകൾ വന്നിട്ടുണ്ടെന്നേ. ആമേൻ. സ്തോത്രം. ദൈവത്തോട് കൂടെ നടന്ന ആദാം
ദൈവത്തിന്റെ പദ്ധതികളെ അറിഞ്ഞ് ദൈവത്തെ പോലെ തേജസ്സിൽ നടന്ന ആദാം മറ്റേ തേജസ് വിട്ടുപോയപ്പോഴാണ് അവന്റെ നഗ്നത വന്നേ. ആദാമും ഹവ്വായും പാപം ചെയ്തില്ലേ? ഈ പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നോ? ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പുത്രനെ ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാടായി നിർത്തിയത്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആദാം പാപത്തിൽ വീണുപോകുമെന്നും ഹവ്വ പാപത്തിൽ വീണു പോകുമെന്നും മാനവരാശി പാപത്തിന്റെ ചങ്ങലയിൽ ബന്ധിക്കപ്പെടുമെന്നും മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ലോകസ്ഥാപനത്തിന് മുമ്പേ പുത്രനെ അറുക്കപ്പെട്ട കുഞ്ഞാടാക്കി നിർത്തി. പ്രൈസ് ദി ലോർഡ്. മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പാണ് ദൈവത്തിന്റെ ലക്ഷ്യം. അങ്ങനാണെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ നാം വീണു പോയിടത്ത് തള്ളിക്കളയത്തില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കരം പിടിച്ച് നിന്നെ എണീപ്പിച്ച് നിർത്തുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. നിന്നെ നശിപ്പിച്ചു കളയുവാനല്ല വചനം. നിന്നെ പ്രതീക്ഷയെ അറ്റവനാക്കി നിരാശയോടെ കുറ്റബോധവും പേറി തിരിച്ചു പോക്കാൻ ഉള്ള ഇടമല്ല ദൈവത്തിന്റെ സഭ. ദൈവത്തിന്റെ സഭയ്ക്കകത്ത് നിന്റെ ഏത് വിഷയത്തിനും പരിഹാരമുണ്ട്. ദൈവ സന്നിധിയിൽ നിന്റെ ഏത് പാപത്തിനും പരിഹാരമുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ഏത് പാപത്തിന്റെ ചങ്ങലകളും പൊട്ടിമാറും. വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ചില പാരമ്പര്യ സഭകളിൽ ശുശ്രൂഷ നടത്തുന്ന പുരോഹിതൻ എല്ലാം കഴിഞ്ഞിട്ട് പറയും, ഞാനും ഭാവി നിങ്ങളും ഭാവി, ആകയാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. ബലഹീനനും ഭാവിയുമായ ദാസൻ ഫൈസലെന്ന പറയുന്നത് എല്ലാം കഴിഞ്ഞിട്ട് പറയാണ്, ഞാൻ ബലഹീനനാണ് പാപിയുമാണെന്ന്. എന്നാൽ ദൈവമക്കൾക്ക് ഒരു ഉറപ്പുണ്ടെന്ന്, ഞാൻ പാപിയല്ല. പാപം എന്നിൽ ഉണ്ടായിരുന്നു, പാപമുണ്ട്, എന്നാൽ ഞാൻ പാപിയല്ല. എന്തുകൊണ്ട് ഞാൻ പാപിയല്ല? യേശുവിന്റെ രക്തം എന്നെ കഴുകിയതുകൊണ്ട് ഞാൻ പാപിയല്ല. യേശുവിന്റെ രക്തം എന്നെ കഴുകിയതുകൊണ്ട് ഞാൻ പാപിയല്ലെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ പാപം ഇല്ല എന്ന് പറഞ്ഞാൽ നാം നമ്മെ തന്നെ അസത്യവാദിയാക്കി, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ സന്നിധിയിലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തമാകുന്നു. ഒരു സ്തോത്രം പറ. ഇങ്ങനെയുള്ള വചനങ്ങളല്ലേ നമുക്ക് ദൈവം തന്നേക്കുന്നത്. ദൈവം നിനക്ക് അനുകൂലമാണ്. നീ വിചാരിക്കും ഞാൻ ഇത്രയും കൊള്ളരുതായ്മകളൊക്കെ കാണിച്ചിട്ട് ദൈവം എങ്ങനെ എനിക്ക് അനുകൂലമാകുന്നത്? നീ കൊള്ളരുതായ്മകളെ കാണിച്ചാൽ നിന്നെ ഉപേക്ഷിക്കാൻ ദൈവമല്ല, നീ ഒന്ന് മാനസാന്തരപ്പെടുവാൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നതായ സാഹചര്യങ്ങളെ ദൈവത്തോട് അടുക്കുവാൻ ഉപയോഗിക്കണം. നിന്റെ ജീവിതത്തിൽ ദൈവം തന്ന നന്മ, സമ്പത്തായിക്കോട്ടെ, സൗഖ്യമായിക്കോട്ടെ, വിദ്യാഭ്യാസമായിക്കോട്ടെ, ശുശ്രൂഷയായിക്കോട്ടെ, ഇത് ദൈവത്തെക്കുറിച്ചുള്ള എരിവ് നിന്നിൽ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി തീരണം. നിന്റെ സമ്പത്ത് നീ ഒരുപക്ഷെ സമ്പത്തില്ലാത്തപ്പോ പ്രാർത്ഥിച്ചപ്പോ സമ്പത്ത് കിട്ടി. ഈ സമ്പത്ത് നിമിത്തം നീ ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിൽ ഇത് നിന്റെ തിന്മയായി തീരുന്നില്ലേ? നിനക്ക് കിട്ടിയ രോഗസൗഖ്യം നിമിത്തം രോഗമുള്ളപ്പോഴൊക്കെ ദൈവസന്നിധി വന്ന് പഞ്ചപുച്ഛ മുടക്കി സ്തോത്രം പറഞ്ഞിരുന്നു. രോഗം മാറിയതിന്റെ ലക്ഷണം കണ്ടപ്പോഴേ പത്തി വിടർത്താൻ തുടങ്ങി. അങ്ങനുണ്ടോ? അങ്ങനാണോ നാം? രോഗമുള്ളപ്പോൾ പേടിച്ച് വിറച്ച് പ്രാർത്ഥിച്ച് സ്തോത്രമൊക്കെ പറഞ്ഞ് എല്ലാ മീറ്റിങ്ങിലൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ ഇരുന്നു. അടുത്ത റിപ്പോർട്ട് വന്നപ്പോൾ രോഗമൊക്കെ മാറി തുടങ്ങി. അപ്പോഴേ നമ്മുടെ പാമ്പ് പിന്നെ എണീക്കാൻ തുടങ്ങി. അങ്ങനാണോ? നിന്റെ സൗഖ്യം നിന്നെ ദൈവത്തോട് അടുപ്പിക്കണം. നിന്റെ നന്മ നിന്നെ ദൈവത്തോട് അടുപ്പിക്കണം. നിനക്ക് ദൈവം ലഭിച്ച ശുശ്രൂഷ നിന്നെ ദൈവത്തോട് അടുപ്പിക്കണം. കർത്താവിന്റെ ദാസൻ നാം വായിച്ചു കേട്ടില്ലേ, നമ്മെ ദൈവത്തോട് അടുപ്പിക്കണം. ഞാൻ ആത്മാർത്ഥമായി ചോദിച്ചു കൊള്ളട്ടെ, എന്നോടും നിങ്ങളോടും പരിശുദ്ധാത്മാവ് ചോദിക്കുക, നമുക്ക് കിട്ടിയതായ ജീവിത സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ദൈവത്തോട് അടുക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കി തന്നതാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തോട് അടുക്കാൻ കഴിയുന്നുണ്ടോ? അത് നമ്മുടെ വൈരാഗ്യവും വിദ്വേഷവും പകയുമാണോ നമ്മിൽ മുളച്ചു വരുന്നത്? നമുക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ അടങ്ങിക്കിടന്ന വിദ്വേഷം, നമുക്ക് രോഗം വന്നപ്പോൾ പത്തി താഴ്ത്തി കിടന്ന വൈരാഗ്യം, സൗഖ്യം വന്നപ്പോൾ സടകുടഞ്ഞെണീക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ ദൈവം, ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് എല്ലാ കാലത്തും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. കർത്താവിന്റെ പറഞ്ഞല്ലോ, നാം ജഡം തന്നെ എന്ന് അവൻ അറിയുന്നു. എന്നാൽ ദൈവം നമ്മോട് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. ഇതാണ് രക്ഷാ ദിവസം, ഇതാണ് സുപ്രസാദകാലം. ആമേൻ, സ്തോത്രം. വചനം നിനക്ക് സമീപവും നിന്റെ വായിലും ഇരിക്കുന്നു.
അത് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്ന രക്ഷാവചനം തന്നെ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഒരു സ്തോത്രം പറ. ദൈവത്തിന്റെ വചനത്തിൽ ബലപ്പെട്ട് നിൽക്കുവാനാണ് ദൈവമക്കൾ. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. വല്ലതും മനസ്സിലായോ? ദൈവത്തിന്റെ നീതി, മനുഷ്യരോടുള്ള ദൈവത്തിന്റെ നീതി, മനുഷ്യവർഗത്തിന് കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത സമാധാനം, ഇത് രണ്ടും കൂടെ ചുംബിച്ച ഇട എവിടാന്നറിയാമോ? അതാണ് കാൽവറി. അതാണ് നാം സങ്കീർത്തനത്തിൽ കോരഹപുത്രന്മാർ ഇത് കണ്ടുകൊണ്ടാണ് പറഞ്ഞത് 85:10 നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ആദ്യമേ നാം ധ്യാനിച്ചു, ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ അങ്ങനെ ചെയ്തെന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുന്നു, അല്ലേ? ദൈവം തന്നെ നീതിയെ പ്രദർശിപ്പാൻ റോമർ 3 അധ്യായത്തിൽ നാം വായിക്കുന്നു. 3:26 തോന്നുന്നു. ദൈവത്തിന്റെ നീതി പ്രദർശിക്കപ്പെട്ട ഇടമാണ് കാൽവറി. എന്താണ് ദൈവത്തിന്റെ നീതി? എന്താണ് സമാധാനം അവിടെ? ദൈവമക്കളെ, ദൈവം നീതിമാനായ ദൈവമാ. പാപത്തോടുള്ള വിഷയത്തിലും ദൈവം നീതിയോടെ വിധിക്കുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ പാപത്തിന്റെ അഗാധ കുഴിയിൽ അകപ്പെട്ട നമ്മോട് ദൈവത്തിന് എങ്ങനെ നീതി കാണിക്കാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് നീതി കാണിക്കാൻ പറ്റും. ദൈവം നീതിയുള്ള ദൈവയാ. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. നീതിമാനായ ദൈവം അതുകൊണ്ട് എന്ത് ചെയ്തു? നാം ആ ശിക്ഷ അനുഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്കറിയാവുന്ന കാര്യമാണ്, പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപത്തെ വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിൽ അവൻ ഭരിച്ചപ്പോൾ ദൈവത്തിന്റെ നീതി അവിടെ വെളിപ്പെട്ടു. പാപത്തിന് ശിക്ഷ കൊടുക്കണം എന്നുള്ള ദൈവത്തിന്റെ നീതി ക്രൂശിൽ വെളിപ്പെട്ടു. നമുക്ക് ശിക്ഷ തന്നോണ്ടല്ല അത് വെളിപ്പെടുത്തിയത്, പുത്രന് ശിക്ഷ കൊടുത്തുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. പാപത്തിന് ശിക്ഷ കൊടുത്തേ പറ്റുള്ളൂ. നീതിമാനായ ദൈവത്തിന്റെ ആ വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല. എന്ത് ചെയ്തു? പുത്രന്റെ മേൽ ശിക്ഷ കൊടുത്തു. പാപം സംഭവിച്ചത് ജഡത്തിലായതുകൊണ്ട് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. എന്നിട്ട് എന്താ പറയുന്നത്? ജഡത്തെയല്ല, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മളിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പൊ ന്യായപ്രമാണത്തിന്റെ നീതി, പാപം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. ആ നീതി എന്നിൽ നിവൃത്തിയാകേണ്ടതിന് എന്ത് ചെയ്തു? എനിക്ക് വേണ്ടി ന്യായപ്രമാണ പ്രകാരം അവൻ ശിക്ഷ അനുഭവിച്ചു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം എനിക്ക് ചെയ്യാൻ കഴിയാത്തതിനെ സാധിപ്പിക്കാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? പാപത്തിനു ജഡത്തിൽ ശിക്ഷ വിധിച്ചു. എൻ്റെ മേലുള്ള പാപത്തിന്റെ ശിക്ഷ ദൈവപുത്രൻ ഏറ്റെടുത്തപ്പോൾ അവിടെ നീതി നടപ്പിലാക്കി. അവിടെ നീതി നടപ്പിലാക്കിയ സമയത്ത് തന്നെ മറ്റൊരു കാര്യം അവിടെ സംഭവിക്കുകയായിരുന്നു. എന്തുവാ? സമാധാനം അവിടെ സ്ഥാപിക്കുകയായിരുന്നു. എങ്ങനെയാണ് സമാധാനം? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് താൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. അങ്ങനല്ലേ പറയുന്നത്? അവൻ ക്രൂശിൽ ചൊരിഞ്ഞ, കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് താൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അങ്ങനെ സമാധാനം, മനുഷ്യവർഗത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടത് പാപമാണ്, അല്ലേ? മനുഷ്യവർഗത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടത് പാപനിമിത്തമാണ്. പാപത്തിന് ക്രൂശിൽ പരിഹാരം വന്നപ്പോൾ, അല്ലേ? പാപത്തിന് ക്രൂശിൽ പരിഹാരം വന്നപ്പോൾ മനുഷ്യന് സമാധാനത്തിലേക്ക് പ്രവേശിക്കുവാനും കഴിഞ്ഞു. അതാ യേശു പറഞ്ഞത്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി. ഈ സമാധാനമാണ് ദൈവമക്കൾ അനുഭവിക്കുന്നത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പോൾ ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ സമാധാനം, നീതി സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ക്രൂശിലേക്ക് നോക്കുക. എൻ്റെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത എൻ്റെ മേൽ ദൈവത്തിന്റെ നീതി എന്നോട്, പിന്നെ എൻ്റെ ദൈവത്തിന്റെ നീതി ക്രൂശിൽ വെളിപ്പെട്ടപ്പോൾ ആ നീതി എന്ന അങ്കി എൻ്റെ ചെയ്തികൾ നിമിത്തമല്ല, എൻ്റെ പ്രാർത്ഥന നിമിത്തമല്ല, എൻ്റെ ഉപവാസം നിമിത്തമല്ല, സ്തോത്രകാഴ്ചയുടെ വലിപ്പം നിമിത്തമല്ല, എൻ്റെ ദൈവം എൻ്റെ പാപത്തെ വഹിച്ചു ക്രൂശിൽ മരിച്ചപ്പോൾ ഞാനിത് വിശ്വസിച്ചപ്പോൾ ക്രൂശിൽ ഒരു നീതിയുടെ അങ്കി വെളിപ്പെട്ടു.
ക്രൂശിൽ വെളിപ്പെട്ട നീതിയുടെ അങ്കി എൻ്റെ മേൽ എറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ക്രൂശിൽ വെളിപ്പെട്ട നീതിയുടെ അങ്കി, ആ ക്രൂശിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചപ്പോൾ, ആ ക്രൂശിൽ വെളിപ്പെട്ട ദൈവനീതിയുടെ അങ്കി എൻ്റെ മേൽ സ്വർഗമിട്ടു. പ്രൈസ് ദി ലോർഡ്. നീതി എന്ന കവചം ഞാൻ ധരിച്ചിരിക്കുക. ഒന്ന് സ്വോത്രം പറഞ്ഞാട്ടെ. രക്ഷ എന്ന ശിരസ്ത്രം അണിഞ്ഞിരിക്കുക, ദൈവവചനം എന്ന ആത്മാവിന്റെ വാളെടുത്തിരിക്കുക. ജയത്തോടെ നിൽപ്പാൻ ദൈവത്തിന്റെ വിളി എൻ്റെ മേലുണ്ട്. ഒന്ന് കരങ്ങൾ അടിച്ചത് സ്വോത്രം പറഞ്ഞേ. ഇനി ഏത് വിഷയമുണ്ടെങ്കിൽ, ഏത് താഴ്ച ഉണ്ടെങ്കിൽ, എന്റെ ദൈവം എന്നെ നീതീകരിച്ചു. ദൈവം നീതീകരിച്ചു. ദൈവം നീതീകരിച്ചു. ദൈവം നീതീകരിച്ചതിനെ ആര് കുറ്റം ചുമത്തും? കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാ. ദൈവത്തിന്റെ നീതി എൻ്റെ മേൽ വെളിപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ദൈവത്തിന്റെ നീതി ഒരുവന്റെ മേൽ വരുമ്പോൾ അവന് ലഭ്യമാകുന്നതാണ് സമാധാനം. ദൈവസന്നിധിയിൽ കടന്നു വരുന്ന എല്ലാവരും പറയുന്ന ഒരു പൊതു വിഷയമുണ്ട്. നീർന്ന വിഷയമായിട്ടാണ് വന്നേ, വലിയ പ്രശ്നമായിട്ടാണ് വന്നേ. എന്നാൽ ദൈവസന്നിധിയിലും അതിനൊക്കെ കേട്ടപ്പോൾ എന്നാന്ന് അറിയത്തില്ല, ഒരു വലിയ സമാധാനം ലഭിച്ചു. ചില ആളുകൾ ഭവന സന്ദർശനം നടത്തുന്ന ആളുകൾക്കറിയാം, കർത്താവിന്റെ രക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞ്, ക്രൂശ് മരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇവരങ്ങ് ഏറ്റു പറഞ്ഞ് സ്വീകരിച്ചു കഴിയുമ്പോൾ അവരോട് ചോദിച്ചാൽ എന്തെങ്കിലും സംഭവിച്ചോന്ന് ചോദിച്ചേ, എന്താണെന്നറിയത്തില്ല, ഒരു വലിയൊരു സമാധാനം കിട്ടി. സ്വതേതാണ് സമാധാനം. നാം നീതീകരിക്കപ്പെട്ടെന്നും യേശുവിന്റെ രക്തം നമ്മെ കഴിയുന്നും നമ്മുടെ അകത്ത് ഉറപ്പ് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു സമാധാനം ലഭിക്കും. ഒന്ന് സ്വതന്ത്രം പറഞ്ഞാട്ടെ. നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു, ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. നീതി സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ക്രൂശിങ്കിൽ അത് സംഭവിച്ചു. അതിന്റെ പ്രൊഡക്റ്റാണ് നാം, അല്ലേ? ക്രൂശിൽ ദൈവനീതി വെളിപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ സഭ അവിടെ ഉടലെടുക്കുകയായിരുന്നു. ക്രൂശിൽ ദൈവപുത്രന്റെ രക്തം ഒഴുക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ സഭ അവിടെ ഉടലെടുക്കുകയായിരുന്നു. അവൻ തന്റെ രക്തത്താൽ ആമേൻ സമ്പാദിച്ച സഭയെ നോക്കിക്കൊള്ളുവിൻ എന്നൊക്കെ തിരുവചനത്തിൽ പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. സ്വത്ര പത്രോസ് അപ്പോസ്തലൻ കൂട്ടു ശുശ്രൂഷകരോട് പറയാണ്, നിർബന്ധത്താലേ അല്ല, പിന്നെന്താ, മനപൂർവമായും. എന്താ പറയുന്നത്? ഒന്ന് പത്രോസ് 5 ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ തന്റെ നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന്റെ ഹിതമാമണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകയായിക്കൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ എന്നൊക്കെ ഈ സഭാശുശ്രൂഷ ഏറ്റെടുത്തവരോട് പറഞ്ഞതാ. അപ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തികളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുള്ളൂ, താൻ തന്റെ സ്വന്തം രക്തത്താൽ വീണ്ടെടുത്ത ദൈവത്തിന്റെ സഭയെയും നോക്കിക്കൊള്ളുവിൻ. അപ്പോൾ യേശുവിന്റെ രക്തം ഒഴുകിയപ്പോൾ സഭ അവിടെ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. യേശുവിന്റെ രക്തത്തിന്റെ സൃഷ്ടിയാണ് നാം. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇതിനകത്തിരിക്കുന്ന യേശുവിനെ വിശ്വസിക്കുന്ന എല്ലാവരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ രക്തത്തിന്റെ വീണ്ടെടുപ്പ് ലഭ്യമായവരാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദുഷ്ടപിശാചിന് അറുപ്പാനും മുടിപ്പാനും ഉള്ളതല്ല നീ. നിന്റെ ജീവിതത്തിൽ എവിടെങ്കിലുമൊക്കെ ദുഷ്ടപിശാച് അവകാശം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയോ അവന്റെ ആത്മാവിന്റെ ശക്തിയോ അവന്റെ രക്തത്തിന്റെ ശക്തി നിന്നെ വിടുവിച്ചുകൊണ്ട് ദൈവത്തിന്റെ നിന്നെക്കുറിച്ചുള്ള ഹിതം എന്താണെന്ന് ചോദിച്ചാൽ, അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിന്നെ നിർത്താൻ തനിക്ക് വേണ്ടി തമ്മക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രന്റെ വിശ്വാസം നീ അകപ്പെട്ടിരിക്കുന്ന സകലത്തിൽ നിന്നെ വിടുവിക്കുന്നതാണ്. നമുക്കൊന്ന് സ്വോത്രം പറയാം. ആമേൻ. നമുക്കൊന്ന് കർത്താവിലൊന്ന് ആനന്ദിക്കുക. അല്പസമയം സ്വോത്രം പറഞ്ഞാട്ടെ. നിങ്ങളുടെ മുഖം കോടിപ്പോകരുത്, നിങ്ങളുടെ മുഖം നിരാശപ്പെട്ടു പോകരുത്. ഇത് ഞാനിവിടെ വിളിച്ചു പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പറയുന്നതല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദൈവം നമ്മെ തകർത്ത് കളയുന്ന ദൈവമല്ല, നമ്മെ സ്വോത്രം എറിഞ്ഞ് പുറത്താക്കുന്ന ദൈവമല്ല. എവിടെ വീട് പോയാൽ എൻ്റെ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ചലിച്ചു തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നീ കർത്താവേ അവിടുത്തെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. ദൈവത്തിന്റെ പദ്ധതികൾ നിന്റെ മേലുണ്ട്. ഓ, സ്വോത്രം ചെയ്ത് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. നിന്റെ മേൽ ദൈവിക അധികാരങ്ങളും ഉണ്ട്. രക്ഷിക്കപ്പെട്ട നാളിൽ നിന്റെ മേൽ ദൈവിക അധികാരങ്ങൾ ദൈവം കൈമാറി. മിസ്രൈമിലെ സകല അഭ്യാസങ്ങളും പഠിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്ന മോശെ ഒരാളെ അടിച്ചു വന്നു. നാട്ടുകാരത് അറിഞ്ഞാൽ താൻ പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ വിട്ടുപോയി. 40 നാൾ
മരുഭൂമിയിലായിരുന്നു. അവന്റെ കഴിവെല്ലാം പോയി. അതിനു മുമ്പ് അവൻ വാക്കിലും പ്രവൃത്തിയിലും സ്തോത്രം മിസ്രൈമിലെ സകല അഭ്യാസങ്ങളും പഠിച്ചവനായിരുന്നു. അന്നവൻ വിക്കനായിരുന്നു എന്നൊന്നും ബൈബിളിലില്ല. സ്തെഫാനോസ് മോശയെക്കുറിച്ച് സാക്ഷ്യം പറയുമ്പോൾ അവൻ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു എന്നാ. ഹല്ലേലൂയ. എന്നാൽ ഭയം വന്നപ്പോൾ മിസ്രൈം വിട്ടുപോയി 40 വർഷക്കാലം ആടുകളോടുകൂടെയുള്ള സഹവാസത്തിൽ ഇവന്റെ കഴിവ് മൊത്തം പോയി. പ്രൈസ് ദി ലോർഡ്. ഇവൻ വിക്കനായി തീർന്നു. അവൻ പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ തടിച്ച നാവുള്ള മനുഷ്യനാ, എനിക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. അതിനു മുമ്പ് വാക്കിൽ സമർത്ഥനായിരുന്നു എന്ന് സ്തെഫാനോസ് അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിന്റെ പ്രസംഗത്തിനകത്ത് മോശ വാക്കിൽ സമർത്ഥനായിരുന്നു എന്ന് പറയുന്നുണ്ട്. 40 നാൾ ആടുകളോടുകൂടെ വസിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ സമർത്ഥെല്ലാം പോയി. എന്നാൽ മുൾപ്പുടർപ്പിൽ തേജോമയനായ ദൈവത്തിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവനോട് പറയുമ്പോൾ അവന്റെ മേലൊരു അധികാരം വന്നു. പ്രൈസ് ദി ലോർഡ്. ആരെ ഭയപ്പെട്ടോ? ഏത് മിസ്രൈമിലെ ഫറവോനെ ഭയപ്പെട്ടോ? അവന്റെ മുമ്പിൽ പോയി തന്റെ ഇടത്തോടെ എണീറ്റ് നിൽക്കാനുള്ള ധൈര്യം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട തേജോമയനായ ദൈവം അവന് നൽകിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഉറപ്പോടെ പറയട്ടെ, ആമേൻ സ്തോത്രം, നിന്റെ മേൽ ദൈവിക അധികാരങ്ങൾ വരുന്നു. രക്ഷയ്ക്കകത്ത് ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതികൾ വരുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ വാക്കുകൾക്ക് ഇനി ബലമുണ്ട്. നീ വിചാരിക്കും നിന്റെ വാക്കുകൾക്ക് ബലമില്ലെന്നാൽ സാത്താൻ വിറകൊള്ളും. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നിന്റെ അകത്ത് രക്ഷയുടെ ഉറപ്പുണ്ടെങ്കിൽ, നിന്റെ അകത്ത് യേശുവിന്റെ രക്തത്തിന്റെ കഴുക്കൽ നീ പ്രാപിച്ചെങ്കിൽ നിന്റെ മേൽ സ്വർഗം ഒരു അധികാരം തന്നിട്ടുണ്ട്. ഒരധികാരം തന്നിട്ടുണ്ട്. വിശ്വസിച്ചൊരു സ്തോത്രം പറഞ്ഞേ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ മുഴുവലത്തെയും ചവിട്ടുവാൻ നിനക്ക് അധികാരമുണ്ട്. നമുക്കിത് പറയുമ്പോൾ വലിയ ബലമൊന്നുമില്ല. കുറെ നാളായിട്ട് പാമ്പിനെയും തേളിനെയും ശത്രുവിനെയൊക്കെ ചവിട്ടിയിട്ട് ഒന്നും ഏൽക്കുന്നില്ലല്ലോ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ശത്രുവും പാമ്പും തേളും ഒക്കെ ഇങ്ങോട്ട് തിരിഞ്ഞു വരുവാണല്ലോ കർത്താവേ, നിരന്തരമായി. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ അനുഭവങ്ങളുണ്ട് ചിലർക്ക്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. പാപത്തോട് നീ സഹവർത്തത്തിലാണോ? പാപത്തോട് നീ രമ്യതപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? പാപത്തെ നീ താലോലിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവശക്തി നിന്നിൽ പ്രകടമാകത്തില്ല. ദൈവശക്തി നിന്നിൽ പ്രകടമാകാതിരിക്കാൻ, ദൈവിക അധികാരങ്ങൾ നിന്നിൽ നിന്നും വെളിപ്പെടാതിരിക്കാൻ, നിന്നെ വീണ്ടും പാപത്തിന് അടിമയാക്കുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നിന്റെ മേൽ നൽകപ്പെട്ട ദൈവിക അധികാരത്തെ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് വാക്യത്തിൽ നാം വായിച്ചത് എന്തുവാണ്? നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു. ദൈവം നീതിമാനായ ദൈവമാണ്. ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. നീതിമാനായ ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, നിന്നെ തന്നെയാ നോക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. കണ്ണൊന്നും താഴോട്ട് പോകേണ്ട, നിന്നെ തന്നെയാ ദൈവം നോക്കുന്നേ. നീതിമാനായ ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ നീതി നിന്റെ മേൽ അണിയിച്ചിട്ട് നീതിമാനായ ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവം എന്താ പറഞ്ഞത്? നാം ആ വാക്യത്തിൽ വായിക്കുന്നു, നീതി സ്വർഗത്തിൽ നിന്നും നോക്കുന്നു, വിശ്വസ്തത ഭൂമിയിൽ നിന്നും മുളയ്ക്കുന്നു. വിശ്വസ്തനാണോ? ദൈവം വിശ്വസ്തത കാണിച്ചു ക്രൂശിൽ. ക്രൂശിൽ വിശ്വസ്തത കാണിച്ച ദൈവം നീതി നിന്റെ മേൽ അണിയിച്ചിട്ട് നീതിമാനായ ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും നോക്കുക കേട്ടോ, എല്ലാവരും നോക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ നോക്കുന്നുണ്ട്. ദൈവം നിന്നെ കണ്ടിരിക്കുന്നു. നീതി സ്വർഗത്തിൽ നോക്കുന്നു. നീ വിശ്വസ്തനാണോ എന്ന് നോക്കുക. ദൈവം തന്റെ വിശ്വസ്തത ക്രൂശിൽ കാണിച്ചു. ആ വിശ്വസ്തതയെ ആമേൻ നിന്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ട് നീ വിശ്വസ്തനാണോ ദൈവം നോക്കുകയാണ്. എൻ്റെ ദൈവം നോക്കുന്നുണ്ട്. ഞാൻ വിശ്വസ്തനാണോ എന്ന് ദൈവം നോക്കുകയാണ്. ദൈവങ്ങളെ, ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ വിശ്വസ്തരാണോ? നാം വായിച്ച വചനത്തെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ആത്മാ നമ്മെ ഒന്ന് ഒരുക്കട്ടെ. നീതിമാനായ ദൈവം എന്നെ നീതീകരിച്ച് പിന്നെയും നോക്കിയാണ്. ഞാൻ നന്നാവുന്നുണ്ടോയെന്ന് നോക്കുന്നത് കേട്ടോ. ഞാൻ വിശ്വസ്തനാണോ എന്ന് നോക്കുന്നത് കേട്ടോ. ഇന്ന് വചനം കേട്ടിട്ടും നീ വചനത്തെ കോട്ടിക്കളഞ്ഞുകൊണ്ട് നിന്റെ സ്വഭാവത്തിൽ ദൈവിക അംശം വെളിപ്പെടാതെ നിന്റെ ഉള്ളിൽ നിന്നും പിന്നെയും പിശാചിന്റെ വാക്കുകളും ചിന്തകളുമാണ് വരുന്നതെങ്കിൽ നീ അവിശ്വസ്തനായി തീരുകയാണ്. ദൈവം നിന്നോട് കാണിച്ച വിശ്വസ്തതയാണ് ഇന്ന് നീ ജീവനോടെ ഇരിക്കുന്നത്. ദൈവം നിന്നോട് കാണിച്ച വിശ്വസ്തതയാണ് ഇന്നും ദൈവസഭയ്ക്കകത്ത് നീ പോറൽ പോലും ഏൽക്കാതെ നിൽക്കുന്നത്. അവൻ നിന്റെ പല അകൃത്യങ്ങളെയും
ലോകം കാണാതെ ദൈവം മറച്ചത് നിന്നോടുള്ള കൃപയാണ് കേട്ടോ. അവന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ. അവന്റെ ദീർഘക്ഷമ എന്നോട് എൻ്റെ ദൈവം ദീർഘക്ഷമ കാണിച്ചു. ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എന്നോട് എൻ്റെ ദൈവം ദീർഘക്ഷമ കാണിച്ചു. എൻ്റെ ദൈവം എന്നോട് ക്ഷമ കാണിച്ചില്ലായിരുന്നു ഞാൻ എവിടെ ആയിരുന്നു? ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ വിഷയങ്ങൾ കടന്നു വന്നില്ലേ? രക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിലും ഇത് കടന്നു വന്നേനെ. രക്ഷിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിലും കഠിനമായി കടന്നു വന്നേനെ. അപ്പോൾ നിങ്ങൾ എന്തായി തീരുമായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കടന്നുപോയ വിഷയങ്ങൾ വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ എന്തായി തീരുമായിരുന്നു? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ കടന്നുപോയതായ പ്രശ്നങ്ങൾ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ വിഷയങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഓരോന്നിൻ്റെ ആഴവും പരപ്പും നീളവും വീതിയൊക്കെ അവനവനറിയാം. ഓരോ മനുഷ്യൻ്റെ ഹൃദയം അഗാധം തന്നെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വിഷയങ്ങൾ ഞാൻ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്നെ എത്രമാത്രം തകർത്ത് കളയുമായിരുന്നോ, അതുപോലെ തന്നെ നിങ്ങളിൽ ഓരോരുത്തർക്കും അത് ബാധകമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതും ദൈവകൃപയിൽ വന്നതും എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളുടെ മധ്യത്തിൽ വീണാലും നിലംപരിചാകാതെ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത്. നമ്മോടുള്ള അവൻ്റെ ദയ വലിയതല്ലോ. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ്റെ മടങ്ങി വരവിന് വേണ്ടി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്.